സ്നാക്സ് കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്കയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്. എന്തായിട്ടെന്നറിയാം, ഇന്ന് എൻ്റെ ഫേവറേറ്റ് സ്നാക്സ് ആണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡ്രിങ്കും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ? അപ്പം നമ്മളത് പൊരിക്കാൻ വേണ്ടി നമ്മൾ ചക്ക ഉണക്കാൻ വെച്ചിട്ടാണ് കേട്ടോ അത് പൊരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എന്നാലും എൻ്റെ ഫേവറേറ്റ് സ്നാക്സാണ്, ഞാൻ കാണിച്ചതേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി വെള്ളം കലക്കിയതും ഉപ്പ് വെള്ളം കലക്കിയതും എല്ലാം ആയിരുന്നു. അത് നമ്മൾ അതിനകത്ത് ഒഴിച്ചിട്ട് അത് എണ്ണയിലോട്ട് ഇടുന്ന പണിയല്ലേ ഉള്ളൂ അല്ലേ. അപ്പം നല്ലോണം മിക്സൊക്കെ ചെയ്ത് നമ്മുടെ നല്ല ചൂട് എണ്ണയിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക അല്ലേ നല്ല. അപ്പോൾ പാം ഓയിലാണ് കേട്ടോ ഇത്. നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇട്ടു കേട്ടോ. നല്ല മഴയത്തൊക്കെ തിന്നാനാണ് കുറച്ചുകൂടെ നല്ലതല്ലേ. അപ്പം അതിന് നമ്മൾ ചായക്കൊക്കെ ഇന്നങ്ങ് ജ്യൂസ് അങ്ങ് ആക്കി. ഷാർജ ജ്യൂസായിരുന്നു ഞാനായിരുന്നു അടിച്ചത്. അപ്പം ഇതാ നമ്മുടെ ചക്കവറ്റൽ ഇവിടെ നല്ല മുരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കറുമുറ കടിച്ച് തിന്നാൻ പറ്റിയൊരു ഇതായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നേരെ പ്ലേറ്റിലിട്ടപ്പം നമ്മൾ ജ്യൂസൊക്കെ ഒന്ന് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കേട്ടോ. 3 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പം നമ്മുടെ ഷാർജ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുടിച്ച് നോക്കാം. ഷാർജൊക്കെ കുടിച്ചിരുന്നപ്പോൾ നമ്മുടെ ചക്കവറ്റൽ നല്ല റെഡിയായിട്ട് നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ചക്ക നമുക്ക് ഉമ്മീമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ. ഉമ്മീമ്മ നമ്മൾ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് തന്നു വിട്ടു. അപ്പം നമ്മൾ വിചാരിച്ച് അതങ്ങ് പൊരിച്ച് തിന്നാന്ന്. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.